Hi, hello everyone. Once again, welcome back to Jeff and Joe Vlogs. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങ മുരിങ്ങക്കോല് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഈ കറി മാത്രം മതി നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഒരു കുക്കിംഗ് അറിയത്തില്ലാത്തവർക്കും സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഉണക്കച്ചെമ്മീനാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു 100-150 ഗ്രാം ഉണക്കച്ചെമ്മീൻ പാക്കറ്റിൽ കിട്ടുന്നതാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിടുക. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് അതിൻ്റെ വാലും തലയും ക്ലീൻ ചെയ്ത് കളയാനായിട്ട്. ജസ്റ്റ് ഒടിച്ച് കളഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളക്, തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവോള, മുരിങ്ങക്കോല്, പച്ചമാങ്ങ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ പച്ചമാങ്ങ ഒക്കെ കിട്ടുന്ന സീസണാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഒരു ഉരുളി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺചട്ടിക്ക് അത് വെക്കുവാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി തീയിൽ വെക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇടാനായിട്ട് പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് സബോള, കറിവേപ്പില, ബാക്കി സാധനങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം. അതിനിപ്പുറമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അന്നേരം ആ ഒരു ഓയിലിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ സബോള ഇട്ട് കൊടുക്കുവാണ്. സബോള നല്ലപോലെ വഴണ്ട് വരണം. അപ്പോൾ സബോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങളൊന്നും വീഴാതെ സൂക്ഷിച്ചിട്ട് കൊടുക്കുവാണ്. ഇതിന് കൂടുതൽ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. ഈ സബോള നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകണമെന്ന് നിർബന്ധമില്ല. അതിനിപ്പുറമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഈ സെയിം ടൈം ഇപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഒന്ന് റോസ്റ്റായിട്ട് വരണം. അപ്പം അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം ചെമ്മീനും സബോളയും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിക്കോളും. ഞാൻ ആദ്യമേ കാണിച്ച ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം തലയും പാലും ഒക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശരിക്കും ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറണം. ആ ചെമ്മീൻ്റെ കളറ് ഒരു ഗോൾഡൻ ഓറഞ്ച് കളറ്, ഒത്തിരി ഇതായി പോകണ്ട. അതിനുശേഷം നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മിച്ചം ഉണ്ടായിരുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കാരണം ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ചെമ്മീനൊന്നും നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് റെഡി ആയപ്പോഴത്തേക്കും അടുത്തായിട്ട് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ജസ്റ്റ് 3-4 കഷ്ണങ്ങളായിട്ട് നീളത്തിൽ മുറിച്ച തക്കാളി പീസസാണ്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടുന്ന മസാലകളാണ്. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലി, പിന്നെ നമ്മൾ ടർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി. ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് മുളകൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂണാണ് എല്ലാ സാധനവും ഇടുന്നത്, ടീസ്പൂൺ കണക്കിനാണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഏകദേശം 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റേ മുളക് പൊടിയുടെ ആവശ്യമില്ല. കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും. 2 ടീസ്പൂണാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇതിന് പച്ചച്ചുവയും പച്ചമണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ പച്ചമണം മാറുകയും ചെയ്യണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നോക്കി ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മുരിങ്ങക്കോലും മാങ്ങയും. അതുകൂടെ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു അരപ്പ് ആ മുരിങ്ങക്കോലിനും ഈ പറഞ്ഞ പോലെ തന്നെ മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതൊരു കുറച്ചൊരു 2-3 മിനിറ്റ് നേരം ഇളക്കണം.
എന്നാലേ ആ ഒരു എന്താ പറയുന്നത് ആ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈ മാങ്ങയും മുരിങ്ങക്കോലും വേവിച്ചെടുക്കണം. മുരിങ്ങക്കോൽ വേകാൻ ഇച്ചിരി സമയം എടുക്കും, പിന്നെ മാങ്ങ പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം നമ്മൾ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മൂടി വെച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കി പ്രിപ്പറേഷൻ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒരു കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റോളം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. പിന്നെ നമ്മുടെ ഫ്ലെയിം, പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മുരിങ്ങക്കോൽ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കി വെച്ചിട്ട് നമുക്ക് മുരിങ്ങക്കോൽ വെന്തോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മസാലയുടെ പച്ചമുളകും എല്ലാം മാറിയതുകൊണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത്, അതായത് മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ കോക്കനട്ട് മിൽക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിയുടെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിയാൻ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഭയങ്കര ബിസി ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽപ്പൊടി കലക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു രുചി വ്യത്യാസവും ഇല്ല. അപ്പോൾ അത് ഒരു ഗ്ലാസ്, ഒരു 2-3 സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിനുള്ളത് കിട്ടും. അതും കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഇളം ചൂടുവെള്ളത്തിൽ വേണം കലക്കാനായിട്ട്. ആ സമയത്ത് തന്നെ നമുക്ക് കടുക് വറക്കാനായിട്ടുള്ള, അതായത് കടുക് താളിച്ചിടാനുള്ള സാധനങ്ങളൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ, ഇത് ഭയങ്കര എണ്ണയും സാധനം എല്ലാം കുറച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി തേങ്ങാപ്പാലൊക്കെ ഇടുന്നതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം ഒരു പാനിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം അത് ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചുള്ളി, പിന്നെ ഇതേപോലെ തന്നെ വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കൊച്ചുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവോള തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടിനും ഏകദേശം ഒരേ ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്മുടെ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ സെയിം ടൈമിങ്ങിൽ തന്നെ നമ്മൾ ഒരു മൂട വെച്ചിട്ട് മൂടണം. ഒരു കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് നേരം മൂടി വെക്കുക, ഇളക്കാനൊന്നും പോകരുത്. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ചോറും ബാക്കി കറികളൊക്കെ എടുത്തിട്ട് നമ്മൾ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ്. നമ്മളൊരു മൂവിയൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ലഞ്ച് എൻജോയ് ചെയ്ത്. എനിക്കിവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെമ്മീൻ കറി, ചമ്മന്തിപ്പൊടി, അതുകൂടാതെ തന്നെ വെണ്ടയ്ക്ക കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.